സിനിമാ ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങൾ ആദ്യമേ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തൊരു ബെൽ ബട്ടൺ കൂടി കാണാം. അതുകൂടെ ക്ലിക്ക് ചെയ്തു വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളിലേക്ക് എത്തും. ഈ ഒരു വീഡിയോയിൽ 1991 മുതൽ ഇതുവരെയുള്ള ഇൻഡസ്ട്രിയൽ ഹിറ്റുകളെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പായി ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറയാം. നിലനിൽക്കുന്ന കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്തുകൊണ്ട് പുതുചരിത്രം സൃഷ്ടിക്കുന്ന സിനിമകളെയാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് സിനിമാ ലോകം വിശേഷിപ്പിക്കുന്നത്. ഒരു സിനിമ മഹാവിജയമായി മാറുമ്പോൾ അത് ആ ചിത്രത്തിന്റെ മാത്രമല്ല, അതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ മുഴുവൻ വിജയമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം 1991 മുതലുള്ള ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾ ഏതൊക്കെയെന്ന്. 1991 30 ദിവസം കൊണ്ട് 1,59,00,000 നേടിയ ചിത്രമാണ് കിലുക്കം. മലയാള സിനിമയിലെ അതുവരെയുള്ള റെക്കോർഡുകൾ തിരുത്തിയായിരുന്നു കിലുക്കം ബോക്സ് ഓഫീസ് തേരോട്ടം അവസാനിപ്പിച്ചത്. മലയാളത്തിലെ ആദ്യ 5 കോടി നേടുന്ന ചിത്രമായി മാറുകയായിരുന്നു കിലുക്കം. ചിത്രം കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണാൻ തിയേറ്ററുകളിൽ ചെന്നതിനാലാണ് ഇത്രയും വലിയൊരു സംഖ്യ അക്കാലത്ത് ഈ ചിത്രത്തിന് നേടിക്കൊടുത്തത്. വേണു നാഗവള്ളിയുടെ തിരക്കഥയിൽ പ്രിയദർശനായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. കിലുക്കത്തിന്റെ 5 കോടി എന്ന റെക്കോർഡ് പിന്നീട് തകർത്തത് 1993 പുറത്തിറങ്ങിയ ആകാശദൂത് എന്ന ചിത്രമായിരുന്നു. ഈ ചിത്രം ഏകദേശം ബോക്സ് ഓഫീസിൽ കൂട്ടിയത് 6.25 കോടിയോളം രൂപയാണ്. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. മാധവി, മുരളി, നെടുമുടി വേണു, ജോസ് പ്രകാശ് തുടങ്ങിയവരായിരുന്നു ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. ആകാശദൂതിന്റെ റെക്കോർഡ് തകർക്കുന്നത് 1993 തന്നെ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം മണിച്ചിത്രത്താഴാണ്. നിരൂപക പ്രശംസ ഏറെ പിടിച്ചുപറ്റിയ ചിത്രം അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരുന്നു. മധുമുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. 1994 ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ഈ ചിത്രത്തിലുള്ള പ്രകടനത്തിന് ശോഭനയ്ക്ക് ലഭിച്ചിരുന്നു. ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് ഏകദേശം 7.5 കോടിയോളം രൂപയാണ്. അങ്ങനെ 1993 മോഹൻലാൽ കൈയടക്കി വെച്ചിരുന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റ് തകർക്കുന്നത് ഒരു മമ്മൂട്ടി ചിത്രമാണ്. 1995 ഇറങ്ങിയ ദ കിങ് എന്ന ചിത്രമാണത്. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ മൂവി ആയിരുന്നു ദി കിങ്. ചിത്രം മലയാളം ഇൻഡസ്ട്രിയിലെ ആദ്യ 10 കോടി നേടുന്ന ചിത്രമായി മാറുകയായിരുന്നു. ഏകദേശം ഈ ചിത്രം 12 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. 1995 മമ്മൂട്ടിയുടെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് 1996 തകർക്കുന്നത് മറ്റൊരു മമ്മൂട്ടി ചിത്രം തന്നെ ആയിരുന്നു. സിദ്ദിഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹിറ്റ്ലർ എന്ന ചിത്രമായിരുന്നു അത്. മോഹൻലാൽ പ്രിയദർശൻ ടീമിന്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ കാലാപാനിക്കൊപ്പം ഇറക്കി ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ മലയാള ചിത്രം കൂടിയാണ് ഹിറ്റ്ലർ. ചിത്രം ബോക്സ് ഓഫീസിൽ ആദ്യത്തെ 15 കോടി നേടുന്ന ചിത്രമായാണ് മാറിയത്. മമ്മൂട്ടിയുടെ 15 കോടി എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റിനെ പിന്നീട് തകർക്കുന്നത് 1997 കുഞ്ചാക്കോ ബോബനാണ്. അതും തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ. ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലൂടെയാണ് ഈ നേട്ടം കുഞ്ചാക്കോ ബോബൻ നേടിയത്. പ്രണയമൂടിൽ ഒരുങ്ങിയ ചിത്രത്തിൽ കുഞ്ചാക്കോ ബോബന് പുറമെ ശാലിനി, തിലകൻ, ഹരിശ്രീ അശോകൻ, സുധീഷ്, ശ്രീവിദ്യ, കൊച്ചിൻ ഖനീഫ തുടങ്ങിയ വമ്പൻ താരനിരയും ഉണ്ടായിരുന്നു. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് ഏകദേശം 16 കോടിയോളം രൂപയാണ്. അങ്ങനെ ഈ ചിത്രം ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറുകയായിരുന്നു. എന്നാൽ ഈ റെക്കോർഡ് വെറും 4 മാസം മാത്രമാണ് നിലനിർത്താൻ കഴിഞ്ഞത്. കാരണം 1997 തന്നെ മറ്റൊരു ചിത്രം അനിയത്തിപ്രാവിന്റെ 16 കോടി എന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരുന്നു. ചന്ദ്രലേഖ എന്ന മോഹൻലാൽ ചിത്രമാണത്. പ്രിയദർശനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും ചെയ്തത്. ഏകദേശം ഈ ചിത്രം 162 ദിവസത്തോളം തിയേറ്ററുകളിൽ ഓടിയിരുന്നു. അങ്ങനെ ഈ ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത് ഏകദേശം 17 കോടിയോളം രൂപയാണ്. എന്നാൽ ഈ റെക്കോർഡും ആ വർഷത്തിൽ അധിക നാൾ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. 1997 തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു മോഹൻലാൽ ചിത്രം ചന്ദ്രലേഖയുടെ ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരുന്നു. രഞ്ജി പണിക്കരുടെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആറാം തമ്പുരാനാണ് ചന്ദ്രലേഖയുടെ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തത്. മലയാളത്തിലെ എക്കാലത്തെ ഹിറ്റ് മൂവിയായ ഈ ചിത്രം 250 ദിവസത്തോളമാണ് തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത്. അങ്ങനെ ചിത്രം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത് ഏകദേശം 18 കോടിയോളം രൂപയാണ്. ആറാം തമ്പുരാന്റെ ഈ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹമാണ് ആ ചിത്രം. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ ആയിരുന്നു ഈ ചിത്രം നിർമ്മിച്ചത്. മലയാളം കണ്ട മഹാവിജയമായിരുന്നു ആദ്യ ചിത്രമായ നരസിംഹത്തിലൂടെ
ആശീർവാദ് സിനിമ സ്വന്തമാക്കിയത്. 2 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് ഏകദേശം 22 കോടിയോളം രൂപയാണ്. 2000-ൽ മോഹൻലാൽ നേടിയെടുത്ത 22 കോടി എന്ന ഇൻഡസ്ട്രിയൽ റെക്കോർഡ് മറികടക്കുന്നത് 5 വർഷങ്ങൾക്ക് ശേഷം രാജമാണിക്യം എന്ന ചിത്രമാണ്. മലയാള സിനിമ അതീവ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് ഒരു പുത്തൻ ഉണർവ് തന്നെയായിരുന്നു മമ്മൂട്ടി സമ്മാനിച്ചത്. 2 കോടി 30 ലക്ഷം മുതൽ മുടക്കിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് ഏകദേശം 25 കോടിയോളം രൂപയാണ്. അങ്ങനെ മമ്മൂട്ടിയിൽ നിന്നും മോഹൻലാലിലേക്കും മോഹൻലാലിൽ നിന്നും മമ്മൂട്ടിയിലേക്കും മാറി മറിഞ്ഞുകൊണ്ടിരുന്ന മലയാളത്തിലെ ഇൻഡസ്ട്രിയൽ ഹിറ്റുകൾ ഒരു യുവതാരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു 2006-ൽ. അങ്ങനെ മമ്മൂട്ടി 2005-ൽ നേടിയെടുത്ത ഇൻഡസ്ട്രിയൽ റെക്കോർഡ് 2006-ൽ യുവതാരം പൃഥ്വിരാജ് തകർക്കുകയായിരുന്നു. ജെയിംസ് ആൽബർട്ടിൻ്റെ തിരക്കഥയിൽ ലാൽ ജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സിലൂടെയാണ് പൃഥ്വിരാജ് ഈ നേട്ടം സ്വന്തമാക്കിയത്. പൃഥ്വിരാജിന് പുറമെ ജയസൂര്യ, ഇന്ദ്രജിത്ത്, നരേൻ, കാവ്യമാധവൻ, ജഗദീഷ് ശ്രീകുമാർ തുടങ്ങിയ വമ്പൻ താരനിരയും ഈ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. 3 കോടിയോളം മുതൽ മുടക്കിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് ഏകദേശം 26 കോടിയോളം രൂപയാണ്. 2006-ലെ 26 കോടി എന്ന ഇൻഡസ്ട്രിയൽ റെക്കോർഡ് പിന്നീട് മറികടക്കുന്നത് 2008-ൽ പുറത്തിറങ്ങിയ 2020 എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിലൂടെയാണ്. താരരാജക്കന്മാരും താരറാണിമാരും എല്ലാം ഒരുമിച്ചപ്പോൾ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് ഏകദേശം 33 കോടിയോളം രൂപയാണ്. ഉദയകൃഷ്ണ, സിബി കെ തോമസിന്റെ രചനയിൽ ജോഷിയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. മലയാളത്തിൽ നിന്നും ആദ്യമായി 30 കോടി നേടുന്ന ചിത്രം എന്ന പ്രത്യേകതയും 2020-ക്കാണ്. 2020 എന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർക്കപ്പെടുന്നത് കാണാൻ 2013 വരെ കാത്തിരിക്കേണ്ടിയിരുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ത്രില്ലർ സിനിമ ദൃശ്യമാണ് 2020-യുടെ ആ റെക്കോർഡ് മറികടന്നത്. കളക്ഷനിൽ മാത്രമല്ല, മലയാള സിനിമ ഇതുവരെ കാണാത്ത കിളി പറക്കുന്ന ക്ലൈമാക്സ് ട്വിസ്റ്റ് കൊണ്ടും ഏറെ പ്രശസ്തമാണ് ഈ ചിത്രം. 150 ദിവസത്തോളം തിയേറ്ററുകളിൽ നിറഞ്ഞ പ്രദർശനം നടത്തിയ ഈ സിനിമ 68 കോടിയോളമാണ് ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തത്. മലയാളത്തിലെ ആദ്യത്തെ 50 കോടി നേടുന്ന ചിത്രം എന്ന പ്രത്യേകതയും ദൃശ്യത്തിനുണ്ട്. 2013-ൽ മോഹൻലാൽ നേടിയ റെക്കോർഡ് തകർക്കപ്പെടുന്നത് 2016-ലാണ്. അതും ഒരു മോഹൻലാൽ ചിത്രം തന്നെയാണ്. 100 കോടി എന്ന മാന്ത്രിക സംഖ്യ ഒരിക്കലും എത്തിപ്പിടിക്കാൻ മലയാള സിനിമയ്ക്ക് സാധിക്കില്ല എന്ന് കരുതിയ പ്രേക്ഷകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സിനിമ പുലിമുരുകൻ. 50 ദിവസത്തോളം തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാതിരിക്കുക എന്ന അത്ഭുത പ്രതിഭാസം മലയാള സിനിമ കാണാനിടയായത് പുലിമുരുകൻ എന്ന വിസ്മയം റിലീസ് ചെയ്തതോടെയാണ്. മോഹൻലാലിനെ നായകനാക്കി വൈശാഖ് ഒരുക്കിയ ഈ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലോകത്താകമാനമായി നേടിയത് 150 കോടിയോളം രൂപയാണ്. തെലുങ്ക്, തമിഴ് തുടങ്ങിയ ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ചിത്രം ആ ഭാഷകളിൽ നിന്നും 20 കോടിയോളം കളക്ട് ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെയും പുലിമുരുകന്റെ ഈ കളക്ഷൻ റെക്കോർഡ് മറ്റൊരു ചിത്രത്തിനും മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ വർഷം റിലീസായി നിറഞ്ഞ സദസ്സിൽ ഇപ്പോഴും പ്രദർശനം നടത്തുന്ന മോഹൻലാൽ ചിത്രം ലൂസിഫർ പുലിമുരുകന്റെ റെക്കോർഡ് ഉടൻ തന്നെ മറികടക്കുമെന്നാണ് സൂചന. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റുകളായി രേഖപ്പെടുത്തുക. I know that you like it like that. I wear designer, check the name on the tag. White fox fur on my jacket.